إن الحمد لله أصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ ആലു ഇംറാൻ 179-ാമത്തെ ആയത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. അല്ലാഹു ആകുകയില്ല ലിയദറൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ വിട്ടേക്കുകയില്ല എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങളെ ഉപേക്ഷിക്കുകയില്ല. അലമാന്തും അലൈഹി, യാതൊന്നിന്റെ മേലായിട്ടാണോ നിങ്ങളുള്ളത് അതിന്മേലായി തന്നെ നിങ്ങളെ വിട്ടേക്കുകയില്ല എന്ന് പറഞ്ഞാൽ ആ അവിശ്വാസികളുമായും മുനാഫിക്കുകളുമായും കൂടിക്കലർന്നുകൊണ്ടുള്ള ഒരു ജീവിതമാണ് മദീനത്തുള്ളത്. അതിൽ നിന്നും മുനാഫിക്കുകൾ ആരാണ്, യഥാർത്ഥ വിശ്വാസികൾ ആരാണ് എന്നത് വേർതിരിക്കാതെ അല്ലാഹു അതേ ആ സംവിധാനത്തിൽ തന്നെ മുഅ്മിനീങ്ങളായ നിങ്ങളെ വിട്ടേക്കുകയില്ല. അതാണ് ഇതിനു മുമ്പ് നാം വിശദീകരിച്ചതുപോലെയുള്ള ഉഹദ് യുദ്ധത്തിന്റെ സന്ദർഭങ്ങളും നടന്നതാണ്. ഉഹദ് യുദ്ധത്തിൽ മുനാഫിക്കുകൾ ആരാണ്, നമ്മുടെ വിശ്വാസികൾ ആരാണ്, മുഅ്മിനീങ്ങൾ ആരാണെന്ന് വ്യക്തമാക്കാൻ വേണ്ടി പല പരീക്ഷണങ്ങളും മുഅ്മിനീങ്ങൾ നേരിട്ടിട്ടുണ്ട്. അതിലേക്കുള്ള സൂചനയാണത്. വേർതിരിക്കുന്നതുവരെ അൽ ഖബീസ മിനത് തയ്യിബ്, ഖബീസ ചീത്തയായതിനെ മിനത് തയ്യിബ് നല്ലതിൽ നിന്നും എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങളിൽ നിന്നും മുനാഫിക്കീങ്ങളെ കപട വിശ്വാസികളെ അതുപോലെ കുഫറിന്റെയും ശിർക്കിന്റെയും വക്താക്കളെ വമാ കാന അല്ലാഹു ആകുകയില്ല ലിയുദ്ലിഅകും അലൽ ഗൈബ്, നിങ്ങളുടെ മേൽ അദൃശ്യം വെളിവാക്കുകയുമില്ല. വലാകിന്നല്ലാഹ യജ്തബീ മിൻ റുസുലിഹി മൻ യശാ, വലാകിന്നല്ലാഹ, പക്ഷേ അല്ലാഹു സുബ്ഹാനഹു തആല യജ്തബീ, അവൻ തിരഞ്ഞെടുക്കുന്നു മിൻ റുസുലിഹി, അവന്റെ ദൂതന്മാരെ അവൻ തിരഞ്ഞെടുക്കുന്നു. മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്ന ദൂതന്മാരെ അവൻ തിരഞ്ഞെടുക്കുകയാണ്. ഒക്കു നിങ്ങൾ ഗൈബ്, അത് അല്ലാഹുവിനല്ലാതെ അറിയുകയില്ല മറഞ്ഞ കാര്യം. അല്ലാഹുവിന്റെ റസൂൽമാർക്ക് എന്താണോ അല്ലാഹു ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശിക്കുന്നത് മാത്രം അറിയാനുള്ള കഴിവ് അവർക്കുണ്ട്. അത് മാത്രമേ അവർക്ക് അറിയിച്ചു കൊടുക്കുകയുള്ളൂ. അത് ആ റസൂൽമാർ മുഖാന്തരം മുഅ്മിനീങ്ങൾക്കും അറിയാൻ കഴിയുമെന്നല്ലാതെ അല്ലാഹുവിന്റെ മുഴുവൻ കാര്യങ്ങളും ഗൈബുകളും മറഞ്ഞ കാര്യങ്ങളും അറിയാൻ ഈ ഭൂലോകത്ത് ആർക്കും തന്നെ കഴിയില്ലെന്നാണ് അല്ലാഹു പഠിപ്പിക്കുന്നത്. ഫആമിനൂ ബില്ലാഹി വറസൂലിഹി, അതിനാൽ നിങ്ങൾ അല്ലാഹുവിനെ കൊണ്ടും അവന്റെ റസൂലിനെ കൊണ്ടും വിശ്വസിക്കണം. വഇൻ തുഅ്മിനൂ വതത്തഖൂ, നിങ്ങൾ വിശ്വസിക്കുകയും അതുപോലെ സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഫലകും അജ്റുൻ അദീം, നിങ്ങൾക്ക് മഹത്തായ പ്രതിഫലമുണ്ടെന്ന് പറഞ്ഞാൽ സ്വർഗം നിങ്ങൾക്ക് പ്രതിഫലമായുണ്ടെന്ന് മുഅ്മിനീങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. നോക്കൂ നിങ്ങൾ, എത്ര വ്യക്തമായിട്ടും മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ വ്യക്തമാക്കി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇത്രയുമാണ് ഇതുമായി